വേദിയിലിരിക്കുന്ന മഹവ്യക്തിത്വങ്ങളെ, എൻ്റെ സ്നേഹിതങ്ങളായ കലാകാരന്മാരെ, മുന്നിലിരിക്കുന്ന സർഗസദസ്സിന് എൻ്റെ സ്നേഹോഷ്മളമായ പ്രണാമം. ഈ ഒരു സത്കർമ്മത്തിന് ഞാൻ ക്ഷണിക്കപ്പെട്ടതിന് ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇതൊരു അറിവിൻ്റെ ഇടമാണ്. ഞാനിവിടെ വന്ന് കയറിയപ്പോൾ തന്നെ ശരിക്കും പോസിറ്റീവ് എനർജിയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. രാവിലെ മുതൽ ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ എന്ന സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം എപ്പോഴും നോക്കിയാൽ ഓട്ടത്തിൽ തന്നെയാണ്. ഇന്ന് 4 പരിപാടികൾ കഴിഞ്ഞിട്ടാണ്, തളർന്നുകൊണ്ടാണ്, കാറിൽ ഉറങ്ങിക്കൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയാണ്. അത് ഏതിലെയാണ് എൻ്റെ ശരീരത്തേക്ക് വന്ന് ഭവിച്ചിരിക്കുന്നത് എനിക്ക് പറയാനറിയില്ല. ശുദ്ധമായ മനസ്സുകളുടെ ഇതാണ്. യാതൊരു സംശയവുമില്ല, ഇതൊരു അക്കാഡമിയാണ്, അറിവിൻ്റെ ഇടമാണ്. പണ്ട് ഗ്രീക്കിൽ തിസ്യൂസ് എന്നൊരു രാജകുമാരൻ ഹെലൻ എന്നൊരു രാജകുമാരിയെ കണ്ടുകൊണ്ടുപോയി. ഹെലൻ്റെ ഇരട്ട സഹോദരങ്ങളാണ് പുള്ളിഡിക്യൂസും ക്ലാസ്റ്ററും. പെങ്ങളെ കണ്ടെത്താനായി ഒരുപാട് ഓടി നടന്നു. കണ്ടെത്താൻ പറ്റിയില്ല. അവസാനം ഒരു കൃഷിക്കാരനെ കാണുകയാണ്. ആ കൃഷിക്കാരനോട് ചോദിച്ചു, എൻ്റെ പെങ്ങൾ കാണാത്തത് 3-4 ദിവസം ഈ വഴിയെ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുപോകുന്നത് കണ്ടു. അപ്പോൾ ചെറിയൊരു സൂചന കൊടുത്തു. ആ കർഷകൻ്റെ പേരാണ് അക്കടമോ എന്നാണ് ആ കർഷകൻ്റെ പേര്. അപ്പോൾ ഈ പൊളിഡിക്യൂസും ക്ലാസ്റ്ററും പറഞ്ഞു, എൻ്റെ പെങ്ങളെ കിട്ടുകയാണ് നിൻ്റെ ജീവിതാവസാനം വരെയുള്ള എല്ലാം ഞങ്ങൾ ചെയ്തു തരും. ഈ തോട്ടം ഈയൊരു പ്രസ്ഥാനമാക്കി ഞങ്ങൾ മാറ്റും, ഒന്നുകൊണ്ടും നീ ഭയപ്പെടണം എന്നൊരു സൂചന കൊടുത്തിട്ടാണ് അന്വേഷണത്തിന് പോയത്. അങ്ങനെ പെങ്ങളെ കണ്ടെത്തുക. അങ്ങനെ ഈ പൂന്തോട്ടം ക്ലാസ്റ്റർ പ്രൊഫസർ എടുത്തു. അത് വളർത്തി വലിയൊരു പടാവൃക്ഷമാക്കി, വലിയൊരു പ്രസ്ഥാനമാക്കി മാറ്റി. ആ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് അക്കാഡമിയ എന്നാണ്. അത് അറിവിൻ്റെ ഇടം എന്നുള്ള അർത്ഥമാണ്. പണ്ടത്തെ തത്വചിന്തന്മാരും പണ്ഡിതന്മാരും ഒക്കെ ചർച്ച വയ്ക്കുന്നതും കുട്ടികളെ പഠിപ്പിക്കുന്നതും ഒക്കെ ഈ ഉദ്യാനത്തിൽ വെച്ചാണ്. അതിൻ്റെ പേരാണ് അക്കാഡമിയ. അതിൽ നിന്നാണ് നമ്മൾ പറക്കിയെടുത്തത് അക്കാഡമി, അറിവിൻ്റെ ഇടം. അങ്ങനെ ഒരു വലിയ പ്രസ്ഥാനമാണ്, ഒരു അറിവിൻ്റെ ഇടമാണ് ഇവിടെ വരുന്നവർക്കും വിവിധ കലാ പരിപാടികൾ ആസ്വദിക്കുന്നവർക്കും ഒരു പോസിറ്റീവ് എനർജി കിട്ടും എന്നതിൽ യാതൊരു സംശയവും. എക്സാമ്പിൾ, എൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ. സംഗീതമാണ് എൻ്റെ മുഖ്യ വിഷയം. ഒരിക്കലും പഠിച്ചാൽ തീരാത്ത ഒരു സബ്ജക്റ്റാണ് സംഗീതം. ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു കിടക്കുന്ന ഒരു ശബ്ദവിശേഷണമാണ് സംഗീതം. അത് MUSIC എന്ന അക്ഷരങ്ങളിൽ മെലോഡിയസ് അൺഇൻറ്ററപ്റ്റഡ് സ്പിരിറ്റ് ഇൻ കോസ്മോസ്. മെലോഡിയസ് ശ്രവണസുന്ദരമായ, അൺഇൻറ്ററപ്റ്റഡ് അവിരാമമായി എവിടെയും നിൽക്കാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്പിരിറ്റ്, ആത്മാവ്.
ഏതിലെ ആത്മാവ്? ഇൻ കോസ്മോസ്. അതാണ് MUSIC. സംഗീത പിതാമഹൻ പുരന്ദരദാസർ, ത്യാഗരാജസ്വാമികൾ പോലുള്ള മഹാഭാവന്മാർ, വാഗ്ഗേയകാരന്മാരുടെ ഒരുപാട് കൃതികളിൽ ഈ സത്യം ഒഴിവാക്കിയിട്ടുണ്ട്. ആദിയിൽ വചനമുണ്ടായി എന്നാണ് പണ്ട് വയലാർ. ആദിയിൽ വചനമുണ്ടായി. ആദ്യത്തെ ബ്ലാസ്റ്റിംഗ്, പ്രപഞ്ചത്തിലുണ്ടായ പൊട്ടിത്തെറി മൂലം ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും വായുവിലുള്ള ജൈവ യൗകികങ്ങളുടെ വെള്ളത്തിൽ ചമ്മളമുണ്ടായി. ആസിഡായി, എമിനോ ആസിഡായി, ന്യൂക്ലിക് ആസിഡായി. അതിൽ നിന്ന് യൂണിസെല്ലുലാർ ക്രിച്ചർ, ബയോസെല്ലുലാർ ക്രിച്ചർ, ഞാൻ, നിങ്ങൾ, പക്ഷിമൃഗാദികൾ, വൃക്ഷമൃഗാദികളെല്ലാം ഈ ആദ്യത്തെ ബ്ലാസ്റ്റിംഗിൽ നിന്നുണ്ടായി. യോഗ ക്ലാസ്സൊക്കെ ഇവിടെ നടത്തുന്നതാണ്. ആ ക്ലാസ്സിലേക്ക് വരുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പൃഥ്വി, ജലം, വായു, അഗ്നി, ഇങ്ങനെ ഷഡ്ചക്രത്തിലേക്ക് ആജ്ഞാചക്രത്തിലേക്ക് നമ്മൾ ശ്രദ്ധ എത്തുമ്പോഴേക്കും നല്ലൊരു മുഴക്കം, ആദ്യത്തെ ബ്ലാസ്റ്റിങ്ങിന്റെ മുഴക്കം ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യാതൊരു സംശയമില്ല. അതിൽ നിന്നാണ് ആദ്യത്തെ 3 സ്വരങ്ങൾ തപ്പിയെടുത്തത്. ഉദാത്തം, അനുദാത്തം, സ്വരിതം എന്ന് പറഞ്ഞു. ഉദാത്തം, അനുദാത്തം, സ്വരിതം. നീ സാ രി, നി സ രി, നി സ രി സ, നി സ രി, നി രി സ. ഏത് മതങ്ങളുടെ ആർഷിക ഗാനങ്ങൾ എടുത്തു നോക്കിയാലും ഈ 3 സ്വരങ്ങളിൽ കൂടിയാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. സാ സാ സാരി നി സ രി, നി സ നി സ രി നി സ, നി നി സ സ രി നി സ രി, നി സ നി സ രി സ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഈശോ മിശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആമേൻ. ഇത് തന്നെ ആഹത ശബ്ദത്തിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്തതാണ്. ആഹത ശബ്ദം, അനാഹത ശബ്ദം. ഒരു സെക്കൻഡിൽ 22,000 വൈബ്രേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് കേൾവി സുഖമുണ്ടാവൂ. അതിൽ കൂടുതൽ നമ്പർ ഓഫ് വൈബ്രേഷൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ചെവിട്ട് പൊത്തു. ഇപ്പോൾ പടക്കം പൊട്ടുന്ന ശബ്ദം കിട്ടിയാൽ അപ്പോൾ ചെവിട്ട് പൊത്തു. ഇടിവെട്ടിൻ്റെ ശബ്ദം കിട്ടിയാൽ അപ്പോൾ 22,000 വൈബ്രേഷൻസ് ഒരു സെക്കൻഡിൽ. അതിനാണ് നിങ്ങളെല്ലാം ചെവിട്ട് പൊത്തുന്നത്. ഇപ്പം തന്നെ എത്തിയില്ലേ? അതാണ് ആഹത ശബ്ദവും അനാഹത ശബ്ദം. അതിൽ നിന്നാണ് പിന്നെ 5 സ്വരങ്ങൾ കണ്ടെത്തിയതും സാമഗാനങ്ങൾക്ക് പാടിയിരിക്കുന്നത്, ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഈ 5 സ്വരങ്ങളിൽ. പിന്നെയാണ് 7 സ്വരങ്ങൾ. അതായത് 22 ധ്വനികളിൽ അടങ്ങിയിരിക്കുന്ന 16 പേരുകളാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 12 സ്വരങ്ങൾ എടുത്തുകൊണ്ട് അതിൽ നിന്ന് പ്യൂരിഫൈ ചെയ്ത് എടുത്ത് 7 സ്വരങ്ങൾ കൊണ്ടാണ് 72 മേളരാഗങ്ങൾ ഉണ്ടായത്. 72 മേളരാഗങ്ങൾ കർണാടക സംഗീതത്തിൽ. ഒരു മേളരാഗം ഒരു സ്ത്രീയാണ്. പരിണാമം എന്ന അച്ഛനിൽ നിന്നും ഈ സ്ത്രീ പ്രസവിക്കുന്നത് 483 മക്കളെയാണ്. 483 ജന്യരാഗം. ധീരശങ്കരാഭരണം എന്ന അമ്മയുടെ ഒരു മകളാണ് ഹംസധ്വനി. സരേ ഗപ നീ സാ സാനി പദരി. മാ എന്ന കയ്യും ധാ എന്ന കാലും ഇല്ല. പക്ഷെ ആ കുട്ടിയെ കാണാൻ അപാരപരം. സരിഗ പനി സനി പനി. അങ്ങനെ 483 മക്കൾ പ്രകാരം ഈ 72 സ്ത്രീകളും പരിണാമം എന്ന അച്ഛനിൽ നിന്ന്
പ്രസവിച്ചു കഴിഞ്ഞാൽ എത്ര മക്കളുണ്ടായിരുന്നു? 34,776 രാഗങ്ങളാണ്. 34,776 രാഗങ്ങളാണ് കർണാടക സംഗീതം. ഇന്നൊരു മനുഷ്യൻ്റെ ആവറേജ് ആയുസ് 70 ഈ 70 വയസ്സ് നമ്മൾ ജീവിച്ചു തീർക്കേണ്ടത് എത്ര ദിവസമാണെന്ന് പറയും? 25,567 ദിവസത്തിൻ്റെ സമയം മാത്രമേ ഉള്ളൂ. പിന്നെ 70, 80, 100, 120, 125, 110, 150 അതൊക്കെ വരച്ചു വെച്ചതുപോലെ. ഈ 70 വയസ്സുള്ളവർക്ക് ജീവിച്ചു തീർക്കേണ്ടത് 25,567 ദിവസത്തിൻ്റെ സമയം മാത്രമേ ഉള്ളൂ. അതിൽ 9,000 ദിവസത്തിൻ്റെ സമയം ഊർക്കം വെച്ച് നോക്കണം നമ്മളെല്ലാം. 8,500 ദിവസത്തിൻ്റെ നല്ല കാര്യങ്ങൾ ചെയ്തു, പൊട്ടത്തരങ്ങൾ ചെയ്തു. അങ്ങനെ നമ്മുടെ മക്കൾക്ക്, പുതിയ തലമുറക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ നമുക്ക് കിട്ടുന്ന ആകെ സമയത്രയാണെന്നറിയാം. 8,567 ദിവസത്തിൻ്റെ സമയം മാത്രമേ ഉള്ളൂ 70 വയസ്സ്. ഇതെവിടെ പഠിച്ചെടുക്കാനായി? 34,760. അപ്പൊ ഇത് മഹാസമുദ്രമാണ്. ഇത്ര നീന്തി കിടന്നാലും ഇതിൻ്റെ മറുകര എത്താൻ പറ്റില്ല. എത്ര ആഴത്തിൽ മുങ്ങിത്തപ്പിയാലും ഇതിൻ്റെ അടിഭാഗം കാണാൻ പറ്റില്ല. അതാണ് സംഗീതം. അതാണ് പറഞ്ഞത്, മെലോഡിയസ് അൺഇന്ററപ്റ്റഡ് സ്പിരിറ്റ് ഇൻ കോസ്മോസ്. അത് പരമസത്യമാണ്. സംഗീതം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പ്ലാറ്റോ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഗിവ്സ് ദ സോൾ ഓഫ് യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തിൻ്റെ ആത്മാവാണ്. ഇറ്റ് ഗിവ്സ് ദ വിങ്സ് ഓഫ് മൈൻഡ് ആൻഡ് ആൾസോ ഇറ്റ് ഗിവ്സ് ദ ഫ്ലൈറ്റ് ടു എക്സ്പെക്ടേഷൻ, ഇമാജിനേഷൻ. ഇതൊക്കെ പ്ലാറ്റോ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. സത്യമാണ്. ഇതൊരു മെഡിസിൻ കൂടിയാണ്. സംഗീതം എന്ന് പറഞ്ഞാൽ യാതൊരു സംശയവുമില്ല, നമ്മുടെ വികാരങ്ങൾക്കും ചിന്തകൾക്കൊക്കെ ഏറെ സ്വാധീനമുള്ള ഒരു സിദ്ധ ഔഷധമാണ് സംഗീതം. 3-4 വർഷമായി ഈ കൊറോണ എന്ന മഹാമാരിയുടെ രൗദ്രതാണ്ഡവത്തിൽ അകപ്പെട്ട് ഞാനും നിങ്ങളൊക്കെ ഇപ്പോഴും മുട്ടിഞ്ഞു കഴിക്കുക, വിഭ്രാന്തി പിടിച്ചിരിക്കുക. എന്തുകൊണ്ടാണ് വിഭ്രാന്തി പിടിക്കുന്നത്? പല വിധത്തിൽ സംഭവിക്കാം. നമ്മുടെ ശരീരത്തിൽ പാടില്ലാത്ത കോർട്ടിസോൾ എന്നൊരു സ്ട്രെസ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ വിഭ്രാന്തി നമ്മളിൽ ഉണ്ടാകുന്നത്. അത് പലതരത്തിലാവാം. ഇഷ്ടമല്ലാത്ത സ്മെല്ല്, ഇഷ്ടമല്ലാത്ത കേൾവി, ഇഷ്ടമല്ലാത്ത സ്പർശം, ഇഷ്ടമല്ലാത്ത രുചി, അതിലൊക്കെ നമുക്ക് വിഭ്രാന്തികളുണ്ടാവും. പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട രാസമാറ്റങ്ങളിലൂടെ തലച്ചോറുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയിക്കുകയാണ് ഈ വിഭ്രാന്തി. ഈ സമയത്തൊരു പാട്ട് കേട്ടാൽ, ഒരു നൃത്തം കണ്ടാൽ, ഒരു ശില്പം കണ്ടാൽ, ഒരു ചിത്രം കണ്ടാൽ, മറ്റൊരു ഡോപാമൈൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്ത് മറ്റേതിനെ സബ്ഡ്യൂട്ട് ചെയ്ത് ഇല്ലാതാക്കാം. അതാണ് പരമസത്യം. സംഗീതം എന്ന് പറയുന്നത് ഒരു മെഡിസിനാണ്. മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ഏറ്റവും വലിയൊരു മെഡിസിനാണ്. നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും, ഒരുപാട് പ്രയാസങ്ങൾ. ഒഥല്ലോ, ഷേക്സ്പിയറുടെ പല നാടകങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ നാടകത്തിൻ്റെ ചില കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങളുടെ ശോകമൂകമായിരിക്കുന്ന അനുഭവങ്ങൾ നമ്മൾ ദൃഷ്ടിയിലൂടെ പതിപ്പിക്കുന്ന സമയത്ത് അവരെ കൂടി നമ്മൾ കരയുകയാണ്. നമ്മളെ വേദന നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ കരഞ്ഞ് നമ്മൾ പ്യൂരിഫിക്കേഷൻ നടത്തുകയാണ്. അതാണ് കഥാർസിസ് എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് വേർഡിൻ്റെ അർത്ഥം. കഥാർസിസ്, ഇമോഷണൽ പ്യൂരിഫിക്കേഷൻ എന്നാണ്. അത് സാഡ് മ്യൂസിക് നമ്മൾ കമ്പയർ സരിഗ സഗ അഗരി ദിഗ സരി ദപദഗപ സദഗപ ഗാരി സധ രി സധപ ദപഗരി സരിഗ 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 സരിഗ. ഒരു പ്ലസന്റ് മൂടാണ്, സന്തോഷമാണ്. എന്നാൽ ആ ഗാന്ധാരം മാറിയിട്ട് സരിഗ, അവിടെ സങ്കടം. സരിഗ പദ സരിഗ ഗാരി സധ
രി സധപ തപഗ തപഗ രി ഗ സരി നമ്മൾ അനുഭവിച്ച വേദനകള് പ്യൂരിഫൈ ചെയ്യാം. ഇതാണ് സംഗീതം എന്ന് പറഞ്ഞാൽ. പിന്നെ അതിൻ്റെ കൂടെയില്ല താളം. ഇതാണ് താളം. ആദ്യ വചനമുണ്ടായി. ആദ്യത്തെ താളം, ആദ്യ താളം താ ലം താ ലം താ ലം താ ലം താ ലം താലമാണ്. താ ലം താളം 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 താളം. പണ്ട് നമ്മുടെ സംഗീത ശാസ്ത്രത്തിൽ ഒരു പുരാണ കഥയിൽ പറയുന്നുണ്ട്, പരമേശ്വരൻ്റെ രൗദ്ര താണ്ഡവ സമയത്ത് ഒരു കാലിലുള്ള ചിലങ്ക തെറിച്ചു പോയിട്ട് ഇപ്പോഴും നടരാജ വിഗ്രഹത്തിന് ചിലർക്ക് ശരിക്കും അതിൻ്റെ കണക്കറിയില്ല. ഒരു കാലിൽ ചിലങ്ക പാടില്ല എന്നുള്ളത്. ഇപ്പോഴും പലർക്കും രണ്ട് കാലിൽ ചിലങ്ക. അപ്പോൾ എന്ത് സംഭവിച്ചു അവിടെ? ഈ മേലോട്ട് തെറിച്ചുപോയ ചിലങ്ക കൈലാസത്തിൽ വീണാൽ, അല്ലെങ്കിൽ സത്യലോകത്ത് ബ്രഹ്മലോകത്ത് വീണാൽ, അല്ലെങ്കിൽ വൈകുണ്ഠ ലോകത്ത് വീണാൽ ഈ 14 ലോകവും ഭസ്മമായി പോകും എന്ന് മനസ്സിലാക്കിയ പരമേശ്വരൻ മേലെ നിന്ന് വരുന്ന ചിലങ്കയെ തലയിൽ തട്ടി, ചുമലിൽ തട്ടി, തുടയിൽ തട്ടി, പാദത്തിൽ തട്ടി സോഫ്റ്റാക്കാണ്. അതാണ് ആ ശക്തി ഇല്ല, അതിന് ശക്തി തോമില്ല, അതിന് ശക്തി നമ്മില്ല. അതിൻ്റെ കാഠിന്യം സോഫ്റ്റായി കൊണ്ടുവന്നു. അതാണ് അധ്യാപികമാർ പഠിപ്പിക്കുന്ന തത്തൈതാഹ, മൃദംഗം പഠിപ്പിക്കുന്ന തത്തിത്തുന്നോ, കവല പഠിപ്പിക്കുന്ന ഇതാദ്യം ചിന്ത, എല്ലാം ഇതാണ്. സത്യമാണ്. ഓരോ ദിവസവും പാസ് ചെയ്തത് ഈ 4 അവസ്ഥയിൽ. നമ്മൾ 4 മണിക്ക് ഉറങ്ങി എഴുന്നേറ്റാൽ 4/6/24 ഒരു ദിവസം 24 മണിക്കൂറല്ല. 4/6/24 4 മണി തൊട്ട് 5, 6, 7, 8, 9, 10 മണി വരെ നല്ല പവറായിരിക്കും. നല്ല പവർ. ആ 10 മണി തൊട്ടിട്ട് 11, 12, 1, 2, 3, 4 മണിയാകുമ്പോൾ കുറച്ച് കുറഞ്ഞു, കുറഞ്ഞു. 4 മണി തൊട്ട് 5, 6, 7, 8, 9 രാത്രി 10 മണിയാകുമ്പോഴേക്ക് നല്ല ക്ഷീണം. പിന്നെ നമ്മുടെ ഓരോരുത്തരുടെ ആയുസിൻ്റെ കണക്കും അങ്ങനെയാണ്. 20 വയസ്സ് വരെ നല്ല പവറായിരിക്കും, പിന്നെ 40 കുറച്ചു, പിന്നെ 60, 80. കണക്കില്ലാത്ത ഒന്നുമില്ല. ഒരു ദിവസം പാസ് ചെയ്യുന്നത് കണക്കിലൂടെയാണ്. ഇതിനെ കണക്കില്ലാത്തതില്ല. നമുക്ക് എന്തെങ്കിലും രോഗം പിടിവിട്ട് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ ഡോക്ടർമാർ ടെസ്റ്റ് ചെയ്യുന്നത് പൾസ്, ഹാർട്ട് ബീറ്റ്സ്, താളമാണ്. എഞ്ചിനീയേഴ്സ് വീട്ടിൻ്റെ പ്ലാൻ ഉണ്ടാക്കേണ്ട കണക്കാണ്. ഒക്കെ താളമില്ലാത്ത ഒന്നുമില്ല. ശ്രീമാത ലയപ്പിത എന്ന് പറയുന്ന ഈ ലോകം മുഴുവനും നിറഞ്ഞു കിടക്കുന്നത് താളം. കുടുംബോൾ ഇപ്പമുള്ളതാണ് കുടുംബം. താളം, താണ്ഡവം പ്ലസ് ലാസ്യം, താളം. പുരുഷ സങ്കല്പമാണ് താളം. ആദ്യത്തെ അക്ഷരം. ലാസ്യം സ്ത്രീയാണ്. അച്ഛൻ്റെ സംസ്കാരവും അച്ഛൻ്റെ സ്വഭാവശുദ്ധിയൊക്കെ കണ്ട് പരിപാലിക്കുന്ന അമ്മ. അമ്മയുടെ ഹൃദയമാർദ്ദവത്വവും അവരുടെ സംസ്കാരത്തെ കണ്ട് പരിസ്നേഹിക്കുന്ന അച്ഛൻ. അപ്പോഴാണ് കൂടുമ്പോൾ കുടുംബം ഉണ്ടാകുന്ന കുടുംബം ഉണ്ടാകുന്നത്. അതിൻ്റെയും അടിസ്ഥാനം താളമാണ്. താളമില്ലാതെ ഒന്നുമില്ല. നിങ്ങളെല്ലാവരും ഇതിനെക്കുറിച്ച് അറിയുന്നവരാണ്, നല്ല പാട്ടുകാരാണ്.
പാടണം. ആർക്കാ പാടാൻ പറ്റാത്ത? എല്ലാവരും പാടാൻ പറ്റും. ഒരു ഗായകന്റെ സ്റ്റേജിൽ ഒരു പാട്ട് പാടി, ഇടയ കന്യകേ പോക നീ ഈ അനന്തമാ ജീവിത വീതിയിൽ ഇടരാതെ കാലിടരാതെ. ഈ പാട്ട് പാടി കഴിഞ്ഞപ്പോൾ ശ്രോതാക്കളെല്ലാം കൈയെടുത്തു. അപ്പോൾ ചേട്ടാ ഒരിക്കലും കൂടെ ഈ പാട്ട് പാടണം. വീണ്ടും ഇതേ പാട്ട് പാടും. പാട്ട് പാടി കഴിഞ്ഞപ്പോൾ ശ്രോതാക്കൾ പറഞ്ഞു, ചേട്ടാ ഒരിക്കലും കൂടി ഇതേ പാട്ട് പാടണം. വീണ്ടും പാടി. അവസാനം 1000 പാദസരം ഇന്ന പാട്ട് പാടാൻ വേണ്ടിയിട്ട് അനൗൺസ് ചെയ്തപ്പോൾ ശ്രോതാക്കൾ എന്താ പറഞ്ഞത്? ചേട്ടാ ആദ്യം 3 വട്ടം ആ ഒരു പാട്ട് പാടില്ല, അതൊന്നും കൂടെ പാടുന്നു. അപ്പോൾ ഇദ്ദേഹം അനൗൺസ് ചെയ്ത് ഞാൻ 10-16 പാട്ട് പാടാനുള്ള തയ്യാറെടുപ്പോടുകൂടിയാണ് ഇവിടെ വന്നത്. ഈ ഒറ്റ പാട്ടോടുകൂടെ 2.5 മണിക്കൂർ ആക്കിയാൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ ശ്രോതാക്കൾ എന്താ പറഞ്ഞതെന്നറിയോ? ഈ പാട്ട് ശരിയായിട്ട് മതി ഇനി എടുത്തത്. എന്താണ് നിങ്ങൾക്ക് നന്നായിട്ട് അപ്പം കൂടി നിങ്ങൾ എല്ലാവരും ജ്ഞാനസ്ഥന്മാരാണ്. പക്ഷേ ആധികാരികമായിട്ട് ഇന്നതാണ് അവിടെ വേണ്ടത്, ഏത് അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാൻ എല്ലാ പാണ്ഡിത്യമില്ല. അത്രയേ ഉള്ളൂ. പക്ഷെ തെറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പം നിങ്ങൾ പോവും. എല്ലാവരും അത് വിദ്വാൻമാരാണ്. ഏത് ശാസ്ത്രമെടുത്ത് നോക്കിയാൽ, ഏത് ശാസ്ത്രജ്ഞന്മാരെ എടുത്ത് നോക്കിയാൽ ഒന്നുകിൽ കലാകാരന്മാരായിരിക്കും, അല്ലെങ്കിൽ കവികളായിരിക്കും. ആൽബർട്ട് ഐൻസ്റ്റീൻ നല്ല വയലിനിസ്റ്റാണ്. E=mc² പോലുള്ള ഒരുപാട് തത്വങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ 1 മണിക്കൂർ 1.5 മണിക്കൂർ വയലിൻ വായിച്ചിട്ട് മെന്റൽ പ്യൂരിഫൈ ചെയ്തിട്ടാണ് പരീക്ഷണത്തിന് നിൽക്കുന്നത്. മാർക്സ് പ്ലാങ്ക് ക്വാണ്ടത്തെയോട് വെച്ചാണ് നല്ല പിയാനിസ്റ്റാണ്. ലിയോനാർഡോ ഡാ വിഞ്ചി ലോകപ്രശസ്ത ചിത്രകാരൻ. പാട്ട് പാടിക്കൊണ്ടാണ് ചിത്രം വരയ്ക്കുന്നത്. പഞ്ചമാധ്യ രാഗങ്ങൾ ഫ്ലൂട്ടിലേക്ക് ഒരു കയ്യെ കൊണ്ട് വായിച്ചിട്ടാണ് ചിത്രം വരയ്ക്കുന്നത്. പൈത്തഗോറസ്, ഗലീലിയോ, തോമസ് ആൽവ എഡിസൺ, ആ ഏത് ശാസ്ത്രങ്ങൾ എടുത്ത് കണക്കെടുത്ത് നോക്കിയാലും സംഗീത ശാസ്ത്രമാണ് ഇതിലേക്ക് അടിസ്ഥാനം. ഇത്രയും ബുദ്ധിയെ ശുദ്ധീകരിക്കുന്ന മറ്റൊരു മെഡിസിൻ ഉണ്ടാവില്ല. ഹെൽസിങ്കി സർവകലാശാല 10-20 ബുദ്ധിശൂന്യരായ രോഗികളെ ഇരുത്തി മൊസാർട്ടിന്റെ വയലിൻ കൺസേർട്ട് കേൾപ്പിച്ചു 1/2 മണിക്കൂർ. എന്നിട്ട് പരീക്ഷിച്ച് നോക്കിയപ്പോഴും ബ്രെയിനിൻ്റെ പ്രവർത്തന ശക്തി കൂടുകയാണ് ചെയ്തത്. മ്യൂസിക് എന്ന് പറഞ്ഞ ഒരു മെഡിസിൻ. യാതൊരു സംശയവും പരമ സത്യമാണ്. നമ്മളൊക്കെ ഒരുപാട് അനുഭവിച്ചതാണ്. നേരത്തെ അനൗൺസ് ചെയ്തത് ചെറുകുന്ന് അസലായിട്ട് ഒരു പ്രയർ ഇടപാടി വളരെ സ്വാഗതം. അതിമനോഹരമായിട്ട് നല്ല വോയിസ് മോഡുലേഷൻ, നല്ല വോയിസ് ഡെപ്ത്, സ്മൂത്ത്നെസ്, എക്സ്പ്രഷൻ സർവ്വതും അമ്മ ബാക്കി കൊടുത്തിട്ടുണ്ട്. അത് പരിപാലിച്ച് കാത്തു പോയാൽ മതി. കല എന്ന് പറഞ്ഞാൽ അതാണ്. കാ എന്ന് പറഞ്ഞാൽ സംസ്കൃതാക്ഷരത്തിൽ വെൻ, വേർ, വൈ, ഹൂ, ഹൗ എന്നൊക്കെ അർത്ഥാണ്. എന്ത്, എവിടെ, എപ്പോഴും, എങ്ങനെ എന്നൊക്കെയുള്ള അർത്ഥാണ് കാ സംസ്കൃതാക്ഷരം. അതിൻ്റെ ഉത്തരമാണ് ലായുകൾ, ലയനം, ആത്മസൗഹൃദം, ഇടുക്കിച്ചേര്. ഇതൊക്കെ ഒരു കണക്കാണ്. സൗഹൃദങ്ങൾ പോലും ഒരു കണക്കാണ്. നമ്മുടെ സൗഹൃദം ഇപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ആരാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഒരുപക്ഷേ നമ്മളെല്ലാവരും ആദ്യം ഇരുന്ന് പഠിക്കുന്ന ക്ലാസ് 1-ലെ ബെഞ്ചായിരിക്കാം ഈ മാതൃകാസ്ഥാനം. ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണവിവേചനങ്ങളുടെയോ വൈദികങ്ങളുടെയോ ഒന്നിൻ്റെയും അതിർവരമ്പുകളില്ലാത്ത ഒരു മാതൃസ്ഥാനം.
കലകൾക്കും അതില്ല. ഞാൻ ചെറുപയറിനാണ്. എൻ്റെ അച്ഛൻ സി കെ പണിക്കർ ഭാഗവത, അതിപ്രശസ്തനായിട്ടൊരു കലാകാരൻ, സംഗീതം. പക്ഷെ അന്ന് വളരെ ചെറുപ്പത്തിൽ നമ്മുടെയൊക്കെ പോറ്റി വളർത്താനുള്ള ഒരു ബുദ്ധിമുട്ട്. മൈലുകളോളം നടന്ന് വീട് വീടാന്തരം സംഗീതം പഠിച്ച് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് വളർന്നത്. 5 മണിക്ക് അമ്മയും അച്ഛനും ഇരുന്ന് ഈ ദാരിദ്ര്യ കഥകൾ പറയും. റേഷൻ വാങ്ങിക്കൽ എങ്ങനെയാണ്, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, എന്താ ചെയ്യുക. ആ സംസാരിക്കുന്ന സമയത്ത് ഞാനുള്ളത്. അപ്പം ഞാൻ കരഞ്ഞിട്ടുണ്ട്, ആ ചെറുപ്പത്തിലാണ്. അപ്പം അതുകൊണ്ടാണ് 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് സംഗീതം വേണ്ട എന്ന ഉറച്ച തീരുമാനം ഞാൻ എടുത്തത്. കോളേജിൽ പഠിക്കാൻ ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. പറ്റില്ല, മ്യൂസിക് അക്കാദമി ചേർന്നാണ്. 3 ദിവസം ഞാൻ പട്ടിണി കിടന്നു കോളേജിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അനുവാദം കിട്ടാൻ പറ്റും. അങ്ങനെ എനിക്ക് അനുവാദം കിട്ടി. എനിക്ക് ഏറ്റവും എളുപ്പം കണ്ണൂർ SM കോളേജ്, അല്ലെങ്കിൽ തലപ്പറമ്പ് SS കോളേജ്, പൈനൽ കോളേജ് 20 മിനിറ്റ് കൊണ്ട് പോയിട്ട് വരാം. അന്ന് അച്ഛനെ ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ടായിരുന്നു കാഞ്ഞങ്ങാട്. ആ ഒരു ബന്ധത്തിൻ്റെ പേരിലാണ് കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അന്ന് പ്രീ ഡിഗ്രി ആയി. സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തത് ഡോക്ടർ ആവണം എന്ന അമിതമായിട്ടുള്ള ആഗ്രഹത്തോടുകൂടെ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് ഞാൻ പഠിക്കാൻ. അച്ഛൻ പഠിപ്പിക്കുന്ന ശിഷ്യന്മാരുടെ വീട്ടിൽ ഓരോ ദിവസം താമസിച്ചിട്ടാണ് ഞാൻ കോളേജിൽ പഠിച്ചത്. ചെറുപ്പത്തിൽ ഞാൻ വയലിൻ വായിക്കുമായിരുന്നു. വയലിൻ എടുത്തിട്ട് കോളേജിൽ അവിടെ ക്യാൻറ്റീനിൽ വിറക് സൂക്ഷിക്കുന്ന അടുക്കളയിൽ അവിടെ വെച്ചിട്ടാണ് ഞാൻ കോളേജ് രാത്രി ആ വയലിനെടുത്തിട്ട് 18 കിലോമീറ്ററോളം നടന്നിട്ട് പോകും നാടകത്തിന് വായിക്കാൻ. അന്നൊരു 10 രൂപ കിട്ടും. ആ കിട്ടുന്ന പൈസനെ കൊണ്ടാണ് ഉച്ചക്കത്തെ ഭക്ഷണം. ഒരുപാട് ചരിത്രങ്ങളുണ്ട്, ഒരുപാട് ചരിത്രങ്ങൾ. അന്ന് വെറും C രാമചന്ദ്രനാണ്. പിന്നെ ആരോടും ഞാൻ ഇങ്ങനെ ചെറിയൊരു കഴിവ്, ഞാൻ അഹങ്കരിച്ചുകൊണ്ട് പറയുകയല്ല, ഇങ്ങനെ പാട്ടുകാരനാണെന്നൊന്ന് പറഞ്ഞുകൂടാ. പാട്ടിനെ കുറിച്ച് വല്ലതും ചെറുങ്ങനെ അറിയാവുന്ന പോലും ആരും അറിയാൻ പാടില്ല എന്നൊരു വാശിയോടുകൂടെ ആരോടും ഞാൻ പറഞ്ഞു. പക്ഷെ എൻ്റെ അടുത്ത ഭാഗത്തിരിക്കുന്നൊരു പപ്പനുണ്ട്, ശ്യാമള പപ്പനറിയാം. ബസ് കാത്തിക്കുന്ന സമയത്തിന് സുമങ്കലി നീയോ വെറുതെ ഇങ്ങനെ മുകളിൽ സമയത്ത് ഇടാൻ നീ പാട്ടൊക്കെ പാടുള്ളൂ, നീ ഒളിപ്പിച്ചു വെക്കുന്നത് പറഞ്ഞു. ഞാൻ എന്തെങ്കിലും തക്കട തരികട വന്നിട്ട് ചോദിച്ചു. അങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ് കോളേജിൽ. അപ്പം ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും തിരിച്ച് ചെറുകുന്നതിലേക്ക് എത്തി. തിങ്കളാഴ്ച കോളേജിൽ എത്തുന്ന സമയത്ത് 20 മിനിറ്റ് 25 മിനിറ്റൊക്കെ ലേറ്റ് ആയിട്ടാണ്. കാരണം 6 ബസ്സും 6 കയറി. അന്ന് പഴയങ്ങാടി പാല് ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് കോളേജിൽ. അങ്ങനെ എന്നെ പുറത്താക്കാണ് അന്നത്തെ ഫിസിക്സ് പഠിപ്പിക്കുന്ന അധ്യാപകൻ സുരേഖ് മാഷ്. അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. അച്ഛനെയും വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. സാധിക്കാത്ത കാര്യം അദ്ദേഹത്തിന് അറിയിച്ചു. അങ്ങനെ എനിക്ക് ഇമ്പോസിഷൻ തരികയാണ്. 1.5 മാസം ഞാൻ പുറത്ത് നിന്നിട്ടാണ് പഠിച്ചത്. ഫസ്റ്റ് വരും വേറെ കാലിപ്പേഴ്സ്, സ്ക്രൂ ഗേജസ്, പറോമീറ്റർ, സ്പ്രിംഗ് ബാലൻസ്, കോമൺ ബാലൻസ്, ഈ ചാപ്റ്റർ 1.5 മാസം എടുത്ത് ആ പാഠം 10 തവണ എഴുതിയിട്ട് വന്നു. എന്നിട്ട് ക്ലാസ് കയറിയാൽ മതി. ഒരുപാട് എഴുതാനുണ്ട്, 10-25 പേജ് എഴുതി. ഇപ്പോൾ എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാനെന്ത് ചെയ്തു, ഒരു 3 തവണ എഴുതിയിട്ട് 10 അപ്പം വിട്ടു. എന്നിട്ട് പുറത്തൊന്ന് സാറിന് കൊടുത്തിട്ട് എന്നാൽ കയറി ഉള്ളിൽ കയറി ഞാൻ വീട്ടിലെത്തിയിട്ട് വായിച്ച് നോക്കാൻ തുടങ്ങി. അപ്പം തന്നെ എനിക്ക് വറക്കാൻ തുടങ്ങി. പിറ്റേത്തെ വെള്ളിയാഴ്ച നാട്ടിലേക്ക് വന്നു. അടുത്ത തിങ്കളാഴ്ച അദ്ദേഹം ക്ലാസ്സിലേക്ക് കയറുന്ന സമയത്ത് തന്നെ ഡോക്ടറെ അടുത്ത് എന്നെ ഇങ്ങനെ എത്തി നോക്കി. നീ ഇങ്ങോട്ട് വാ, പുറത്തേക്ക്. നിന്നോട് 10 തവണ എഴുതാൻ വേണ്ടി പറഞ്ഞത് 3 തവണ എഴുതിയിട്ട് എന്നെ പൊട്ടനാക്കാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞാൻ 2.5 മാസം പുറത്തു. അപ്പം എല്ലാറ്റിനും ഒരു നിയോഗമുണ്ട്. ദാസാന്നുള്ളത് ശ്രീനിവാസൻ പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ നടക്കുകയാണ് കോളേജിൽ. ഒരു ഫംഗ്ഷൻ നടക്കുകയാണ് കോളേജിൽ, യൂണിയനും ഫൈൻ ആർട്സിൻ്റെ ഇനോഗ്രേഷൻ. അന്നൊരു ഹർത്താലുണ്ടായി. പക്ഷെ അന്ന് പ്രിൻസിപ്പൽ പറഞ്ഞിരുന്ന സമയം ഉച്ചയ്ക്ക് 2:30 മണിക്ക്. 2:30 മണിക്ക് യൂണിയനും ഫൈൻ ആർട്സും ഇനോഗ്രേറ്റ് ചെയ്ത് ഡിക്ലെയർ ചെയ്തു. അദ്ദേഹം പിന്നീട് പറഞ്ഞു 5 മണിക്ക് ശേഷം ബസ് ഓടും, ആരും കോമ്പൗണ്ടിന് വെളിയിലേക്ക് പുറത്തു പോകാൻ പാടില്ല, നിങ്ങൾക്ക് വല്ല പാട്ടോ മൊണറ്റോ മിമിക്രി മൈമിക്സ് എന്തെങ്കിലും അറിയാമെങ്കിൽ ആവാം എന്ന് അനൗൺസ് ചെയ്തപ്പോഴാണ് എൻ്റെ സുഹൃത്ത് പപ്പൻ എന്നോട് പറയുന്നത്, ഏട്ടാ നീ പോയിട്ടൊരു പാട്ട് പാടും, നിന്റെ പുറത്താക്കിയ മാഷുണ്ട് ഇങ്ങനെ നോക്കി നിന്നെ നോക്കി പേടിപ്പിച്ച് നിൽക്കും.
അയാൾക്കൊരു സന്തോഷം തോന്നി, ഒരു പാട്ട് പാടും. അങ്ങനെ മനസ്സില്ലാ മനസ്സോടുകൂടി ഞാൻ കേട്ടൊരു പാട്ട് പാടി. ഇതേപോലെ നേരത്തെ കഥാനപ്പോട് വേണ്ടി ഈ പാട്ട് ശരിയായിട്ട് മുന്നേ മറ്റേതെന്ന് പറയേണ്ടത് സിനിമാ പാട്ട് പാടി, നാടകത്തിലെ പാട്ട് പാടി. മോഹം മനുഷ്യരിൽ നാശകരം, മോഹം മനുഷ്യരിൽ നാശകരം. ഒരു പഴയ നാടകത്തിലൊരു പാട്ടാണ്. ഓക്കെ മനുഷ്യ സാറിൻ്റെ പാട്ട്. ഒരു വരി പാടിയ പാട്ട് ഞാൻ എന്നെ പുറത്താക്കി സാറിന് മുമ്പിലിരിക്കുന്നു. ഞാൻ സാറിന് മുഖത്തൊന്ന് നോക്കി, എവിടെയെങ്കിലും വല്ല സന്തോഷം തോന്നുന്നുണ്ടോ എന്നിട്ട് ഞാൻ എന്നെ കണ്ണും വിളിച്ചിട്ട് മുരളിങ്ങനാക്കി കുളിപ്പിച്ചു. എന്താണെന്നറിയാം, എൻ്റെ ക്ലാസ്സിന് പുറത്താക്കിയല്ലേ, അത് നിൻ്റെ മോഹം നിൻ്റെ മനസ്സിൽ വെച്ചാൽ മതി, എന്നെ പുറത്താക്കിയല്ല എന്നാളാണ്. പക്ഷേ പാട്ട് പാടി കഴിഞ്ഞപ്പോഴുണ്ടായ ഒരു ഹർഷാരവും കുട്ടികളൊക്കെ സ്റ്റേജിൽ വന്ന് കയറി പിടിച്ച് ഉമ്മം വെക്കലും കൈവെട്ടലും, അങ്ങനെ പിന്നെ മാഷിൻ്റെ മുഖത്തിൻ്റെ മൊത്തം മാറി. പരിപാടി അന്ന് 22 പാട്ടോളം ഞാൻ പാടും. പരിപാടി കഴിഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞു, നീ ഇമ്പോസിഷനിൽ തന്നെ നീ ക്ലാസ് കയറി കിട്ടുമോ, നാളെ തന്നെ വരണേ. അതിന് ശേഷമാണ് ഒരുപാട് സ്ഥലത്ത് പാട്ട് പാടാൻ വേണ്ടിയിട്ട് എല്ലാ സ്ഥലത്തും പോകും. ഞാനൊക്കെ 10-40 വർഷത്തെ എൻ്റെ കൂടെ നടന്ന ഒരാളാണ് അശോകൻ. എങ്ങനെയാണ് ഒരു വേദിയിൽ ഏത് പാട്ടാണ് മാഷ് പാടേണ്ടത്, ഇന്ന പാട്ട് ഇതാ ഇന്ന ഓഡിയൻസ് ഇന്ന താല്പര്യമുണ്ടെന്ന് തോന്നുന്നു, അത് പാടി ഇത് പാടുന്നിട്ട് എന്നെ കൺട്രോൾ ചെയ്തു. അപ്പം അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായത്. പിന്നെ എല്ലാ ക്ഷേത്രത്തിലും പോയിട്ട് പാട്ട് പാടലും ഒരു മോട്ടിവേഷൻ. ഞാൻ ശബരിമലക്ക് പോകും. ശബരിമലക്ക് പോകുന്ന സമയത്ത് പോകുന്ന വാഹനത്തിൽ ഈ കബലയിൽ എല്ലാ സ്ഥലത്തും പോയി പാടും. അങ്ങനെ ഒരു 5-8 കൊല്ലത്തെ പഠിച്ചതിന് ശേഷം ഗുരുവായൂർ അമ്പലത്തിൽ ഒരു പരിപാടി അന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കൊരു ഗാനമേള നടത്താൻ പറ്റുമോ? പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഞാൻ റെഡിയെന്ന് പറഞ്ഞു. അപ്പം അവിടെ അന്ന് ഈ മേൽപ്പത്തൂർ ഓഡിറ്റൊന്നുമില്ല, ആ കിഴക്കനാണ് ഒരു കല്യാണമുണ്ടോ, ആ കല്യാണ മണ്ഡപത്തിൻ്റെ ഉള്ളിലിരുന്നിട്ടാണ് ഒരു ഹാരപ്പെട്ടി തബല വായിച്ചിട്ട് ഞാൻ പാടുക. അങ്ങനെ ഒരുപാട് ശ്രോതാക്കൾ ഇപ്പോഴും ഉണ്ട്. 8 കൊല്ലത്തെ ബന്ധത്തിന് ശേഷമാണ് എന്നോട് പറഞ്ഞത്, അതെ എന്നോട് ഒരു ഗാനമേള നടത്തപ്പെട്ടെ, ആ നടത്താം. അങ്ങനെ ഒരു ഗാനമേള ഞാൻ നടത്തുകയാണ്. അതായത് ഗുരുവായൂർ അമ്പലത്തിനുള്ളിലുള്ള ഇടത്തിരുത്തിക്കാവ് ദേവീക്ഷേത്രത്തിൻ്റെ താലപ്പൊലിമാണ്. 21 കലാപരിപാടികൾ. MG രാധാകൃഷ്ണൻ സാറ്, പി ലീല ചേച്ചി, കവിയൂർ രേവമ്മ, ഡോക്ടർ ഓമനക്കുട്ടി ടീച്ചർ പോലെ ഡോക്ടർ ബാലമുർഷൻ നമ്മളെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ വലിയൊരു പത്മശ്രീ അവാർഡ് പോലെയാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെ ആ പരിപാടി നടത്താൻ വേണ്ടി വരുമ്പോൾ സ്വാമിമാരോട് ഞാൻ പറഞ്ഞു, ഇപ്രാവശ്യം നമുക്ക് മണ്ഡല വിളക്കിന് പോവാം, കാരണം ഗുരുവായൂർ ഗാനമേളയുണ്ട്, പൈസ കിട്ടും, നിങ്ങൾ 10 പൈസ എടുക്കണ്ട, നിങ്ങളുടെ എല്ലാ ചിലവും ഞാൻ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് എല്ലാവരും വരുന്ന സമയത്ത് എല്ലാ ക്ഷേത്രങ്ങളും ഇങ്ങനെ പാടിക്കൊണ്ടാണ് പോയി. ഗുരുവായൂരെത്തി പരിപാടി ഗംഭീരമായി ബാലമുരളീകൃഷ്ണനെയൊക്കെ പരിചയപ്പെടുത്തി ഒരുപാട് സന്തോഷമായിരുന്നു. അങ്ങനെ സ്വാമിമാർക്ക് ഇഷ്ടം പോലെ വസ്ത്രവും ഭക്ഷണവും സർവ്വ ചെലവും, വണ്ടിയുടെ എല്ലാ ചെലവും ഞാൻ തന്നെ വഹിച്ച്. പിന്നെയും ഒരുപാട് 2-3-4 ദിവസം പല ക്ഷേത്രങ്ങളിൽ, കൊടുങ്ങല്ലൂർ, ചൊട്ടാനിക്കര, വൈക്കത്ത്, ഏറ്റുമാനൂർ, വടക്കനാഥൻ, എല്ലാ ഗുരുവായൂരൊക്കെ വീണ്ടും പാടിക്കൊണ്ടാണ് പോയിരുന്നത്. അങ്ങനെ 5 ദിവസത്തിന് ശേഷം ശബരിമലയിലെത്തി ഭഗവാൻ അഭിഷേകം ചെയ്ത് കണ്ടു തൊഴുത് കെട്ടിറക്കി വെച്ച് മറ്റുള്ള സാമയോട് ഞാൻ പറഞ്ഞു, ഞാൻ ചായ കുടിച്ചിട്ട് വരട്ടെ. തട്ടുകടയിൽ പോയി 4 ദോശയും നല്ല ആ സെൻട്രലിൽ ഇങ്ങനെ കരിഞ്ഞ പോലെ ഒരു ദോശ, കറുമുറന്ന ദോശ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് നല്ല കഴിച്ചു, ചായ കുടിച്ചു. ഇതിന് പഴയ ഒരു 100 രൂപയുടെ നോട്ട് ഞാൻ കൊടുത്തു. അപ്പം കടക്കാരൻ പറഞ്ഞു, സ്വാമി ചില്ലറില്ല, കുറച്ച് സമയം അവിടെ ഇരിക്കുന്നു. അപ്പം ഞാൻ ഒരുപാട് പത്രങ്ങളിങ്ങനെ തോർത്തുകൊണ്ടൊക്കെ ഇങ്ങനെ അറിയിട്ടതുപോലെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. വീക്ഷണം, മാതൃഭൂമി, മലയാള മനോരമ, ദേശാഭിമാനി, ഒരുപാട് പത്രം. അതിൽ ഒരു മാതൃഭൂമി പത്രം ഞാൻ വായിച്ചു. എന്നിട്ട് വെറുതെ അതിൻ്റെ ഇന്നർ പേജ് ഞാനിങ്ങനെ തുറന്നു നോക്കിയപ്പോൾ ഒരു കാട്ടാളൻ്റെ രൂപം. പേടിച്ചു പോകാൻ ഫോട്ടോ കണ്ടിട്ടുണ്ട്. ഈ തേനീച്ചക്കൂട്ട് പോലെ തല ഇങ്ങനെ എന്തല്ലോ വൃത്തിയിട്ടതല്ല, ഹാലിൻ്റെ വേര് പോയതുപോലെ ഇങ്ങനെ താടി, മൂക്ക് മാത്രമേ വെളുത്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം കറുത്തിട്ടാണ്. കറുത്ത ജുബ്ബ, രുദ്രാക്ഷമാല, മൂക്ക് മാത്രം വെളുത്തിട്ടുണ്ട്. 3 തവണ ഞാൻ തറപ്പിച്ച് നോക്കിയപ്പോൾ എൻ്റെ ഒരു ഛായ ഉണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ അതിൻ്റെ അടിക്കുറിപ്പ് വായിച്ചത്. അടിക്കുറിപ്പിൽ എന്താണ്,
ഗുരുവായൂർ താലപ്പൊലി മഹോത്സവത്തിന് നടത്തിയ 21 കലാപരിപാടികളിൽ ഏറ്റവും നല്ല കലാപരിപാടിക്കുള്ള പുരസ്കാരം നേടിയ കാഞ്ഞങ്ങാട് രാമൻ. എൻ്റെ ഈശ്വരനാണ്, എൻ്റെ അച്ഛനാണെന്ന് ഞാൻ ഇട്ടതല്ല. ഞാനിട്ടത് ഇപ്പോഴും പല വേദിയിലും സംസാരിക്കുമ്പോൾ എനിക്ക് ചിരി വരും. കാരണം ഒരു വ്യക്തിയുടെ പേരിന് മുന്നിൽ ഒരു സ്ഥലപ്പേര് വരുമ്പോൾ അത് ഏതിനാണ്? ഒരു മൃഗത്തിനല്ലേ? ഒരു മൃഗത്തിനാണ്. ആനയുടെ പേരുണ്ട്, പനച്ചിക്കാട്ട് രാമേന്ദ്രൻ, ഏറ്റുമാനൂർ പത്മനാഭൻ, ഗുരുവായൂർ കേശവൻ, കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ആനയുടെ ഒരു പൗരോ. അപ്പം അങ്ങനെ ഇതൊക്കെ ഒരു നിയോഗമാണ്. നമ്മളൊക്കെ ഒരുപാട് ഈ പേരിലാണ്. പക്ഷെ നമ്മളെ ചെറുകുന്നകാർക്ക് അതൊരു വലിയൊരു വിഷയമൊന്നുമില്ല. അവിടെ രാമേന്ദ്രൻ പാടാൻ പാടില്ല എന്നൊക്കെ പോസ്റ്ററൊക്കെ വന്നത് ഒരു 40 വർഷം മുമ്പ്. പാടാൻ പാടില്ല, രാമേന്ദ്രൻ പാടും. ചെറുകുന്ന രാമേന്ദ്രൻ പാടിയാണ്, കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ പാട്ട ഉത്സവത്തിനാണ് പോസ്റ്ററൊക്കെ വന്നത്. ആ ഒരു വർഷം തന്നെ അച്ചൻപുട്ടിലെ നാരായണ പൊതുവളക്കൈത് മരിച്ചുപോയി. ജ്യോത്സ്യര ഒരു ക്ഷേത്ര പ്രശ്നം നടക്കുകയാണ്. ആ പ്രശ്നത്തിൽ ഇങ്ങനെയൊരു കാര്യം കണ്ടു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം നമ്മളെ പരിചയമൊന്നുമില്ല. ഒരു കലാകാരൻ ഇങ്ങനെ മാനസികമായിട്ട് വല്ലാത്ത പ്രയാസം എല്ലാ കാര്യത്തിൽ. അപ്പം അന്നത്തെ കോയ്മ ഇവിടെ CK പണിക്കർ ഭാവത്തിലൊരു മോനുണ്ട്, ഒന്ന് ഇവിടുത്തുകാരനാവും. കാഞ്ഞങ്ങാട് പറ്റി പവറായിപ്പോയി, അങ്ങനെയായിപ്പോയി, ഇങ്ങനെയായിപ്പോയി. ആ പേര് വെച്ചിട്ട് തള്ളി നടക്കുന്നതല്ല. അപ്പം ഞാൻ വെച്ച് നോക്കട്ടെ നോക്കി വീണ്ടും അവിടേക്ക് വെച്ച് നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കലാകാരനാണ്. എവിടെ പോയാലും അത് ഏത് കല എങ്ങനെയായാലും, പാട്ടോ ഏത് വിധേയനത്തിൽ ഏത് വിധേയായാലും അദ്ദേഹത്തിൻ്റെ ഒരു ചൈതന്യം കാത്തു സൂക്ഷിച്ചിട്ട് അമ്മയാണ്. അമ്മയുള്ളിടത്തോളം, അമ്മ അനുഗ്രഹമുള്ളിടത്തോളം കാലം അദ്ദേഹത്തിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ സ്വീകരിച്ചിട്ടെങ്കിൽ എത്രയോ ആൾക്കാർ ലോകം മുഴുവൻ സ്വീകരിക്കാൻ പറ്റിയ ഒരാളാണ് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അതിനുശേഷമാണ് എഴുതി ചേർത്തത് എല്ലാ ഉത്സവങ്ങളിലും. ഏപ്രിൽ വിഷു ഉത്സവം തൊട്ട് 7 ദിവസത്തിൽ ഒരു ദിവസത്തിൽ എൻ്റെ സംഗീതാർച്ചന ഉണ്ടാകുന്നത് രേഖപ്പെടുത്തിയതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിനിടക്കാണ് ആ 25 മണിക്കൂർ സംഗീതയജ്ഞം നടത്തിയത്. ലോകസമാധാനത്തിന് വേണ്ടി 25 മണിക്കൂർ തുടർച്ചയായിട്ട് ഞാൻ സംഗീതമൊക്കെ ചെയ്യാൻ ഒക്ടോബർ 2-നാണ്. ഒക്ടോബർ 2-ന് വൈകുന്നേരം തുടങ്ങിയിട്ട് ഒക്ടോബർ 3-ന് വൈകുന്നേരത്തെ. അത് ഭയങ്കര അനുഭവമായിരുന്നു. 4 പക്കമളക്കാരായിരുന്നു, 3 മണിക്കൂറായിട്ട്. അവർ മാറി മാറിയിരിക്കും, ഞാൻ അവിടെ തന്നെ ഇരുന്ന് പാടിക്കൊണ്ടുവന്നു. അങ്ങനെയാണ് എനിക്ക് സംഗീത രത്നം ബഹുമതി എനിക്ക് അന്നത്തെ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന NK വാൽക്കുന്ന. ഇതൊക്കെ ഒരു അനുഭവം. അത് വേറൊരു കാര്യമുണ്ട്. കാരണം ഒക്ടോബറിൽ മഴ വരാത്തൊരു സമയം. കച്ചേരി കഴിഞ്ഞ ഉടനെ തന്നെ ഭയങ്കര മഴയായിരുന്നു. കാരണം 25 മണിക്കൂർ കഴിഞ്ഞ ഉടനെ തന്നെ മഴയായി. പിന്നെ ടാൻസിൻ്റെയൊക്കെ കഥകൾ നമുക്ക് അറിയുന്നതല്ലേ. അക്ബർ ചക്രവർത്തിയുടെ പാടിക്കഴിഞ്ഞാൽ എന്താണ് ദീപക് രാഗം പാടിക്കഴിഞ്ഞാൽ ബന്ധു മരിക്കും എന്ന് മനസ്സിലാക്കിയ അദ്ദേഹത്തെ ഒരിക്കലും പറഞ്ഞു, അദ്ദേഹത്തെ ദീപക് രാഗം പാടിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് അറിയാം ഞാൻ മരിച്ചു പോകും. അദ്ദേഹം മക്കളെ മേഘരഞ്ജനി മേഘമൽഹാർ രാഗം പഠിപ്പിച്ചിട്ടാണ് മക്കൾ ഈ സമയം തൊട്ട് ഈ രാഗം പാടണം എന്ന് വീട്ടിൽ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയത്. അങ്ങനെ ദീപക് രാഗം പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഴ പെയ്ച്ചതാണ് മേഘമൽഹാർ രാഗം. അപ്പോൾ ആ കഥയൊക്കെ പോലെയാണ്. ഞാൻ അഭിമാനത്തോടുകൂടെ പറയല്ല. അന്ന് മഴ പെയ്യുന്നുണ്ട്, ഒക്ടോബറിൽ മഴ പെയ്യില്ല. ആ സമയത്തൊന്നും ഇപ്പം പെയ്യുന്നുണ്ട്, അതുപോലെ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അനുഭവം. ഒരുപാട് നമ്മുടെ കലാജീവിത യാത്രത്തിൽ അടയാളപ്പെടുത്തേണ്ടുന്ന ഒരുപാട് അടയാളപ്പെടുത്തലുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു അടയാളപ്പെടുത്തലാണ് ഇന്നത്തെ ഒരു കർമ്മം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും ശുദ്ധ മനസ്സിൻ്റെ ഉടമകളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഞാൻ ക്ഷേത്രകലാ അക്കാദമിയുടെ ചെയർമാനാണ്. അനുഷ്ഠിച്ചു പോകുന്ന അനുഷ്ഠാന കർമ്മങ്ങളിലൂടെ അവിടെ പ്രതിഷ്ഠയ്ക്ക് ഒരു ശക്തി കിട്ടുകയാണ്. ആ ശക്തി എങ്ങനെയുണ്ടാവുന്നത്? അതിന് ശ്രുതിയും താളവും. ഓ ഭൂർഭവസ്വകത്ത സവിതൃപരിന് മണി ഇങ്ങനെ താളമാണ്. ശ്രുതിയിൽ മന്ത്രോച്ചാര സംഗീതമാണ്. അപ്പം നെഗറ്റീവ് എനർജീസ് മുഴുവൻ പോവുകയാണ്, നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുക. ആ പ്രതിഷ്ഠയുടെ ശരീരമാണ് ക്ഷേത്രം എന്നുള്ളത്. നമ്മളും ഓരോ ക്ഷേത്രമാണ്. നമ്മുടെ പ്രതിഷ്ഠ മനസ്സാണ്. ആ മനസ്സിനെയാണ് നമ്മൾ അന്വേഷിച്ച് വൃത്തിയാക്കേണ്ടത്. കുശുമ്പ് പാടില്ല. ശുദ്ധമായ മനസ്സാണെങ്കിൽ ലോകം നന്നായില്ലേ. മനസ്സാണ് ശുദ്ധഭാഗം. ഇവിടെ എനിക്കെന്തോ വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു നല്ലൊരു പരിപാടി ഇവിടെ നടത്തുന്നുണ്ട്. ഇന്ന് നടത്തുന്നില്ല, അടുത്ത ഏതെങ്കിലും ഒരു സമയം. നിങ്ങൾ ഒന്നും എനിക്ക് തരണ്ട.
എൻ്റെ അശോകൻ. ഓ, എനിക്കൊന്നും തരണ്ട, ബസ്സിൻ്റെ പൈസ പോലും നിങ്ങൾ തരണ്ട. ഞാനിവിടെ ഒരുപാട് ഒരുപാട് പറയാനുണ്ട്. സംഗീതം എന്ന് പറഞ്ഞാൽ അതാണ്. എത്ര പറഞ്ഞാലും തീരില്ല, എത്രയോണ്ട് പറയാനുണ്ട്. ഇതിന് രാഗത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. സന്തോഷം തരുന്ന രാഗം മോഹനം. യമൻ കല്യാണി. ആ ഒരു ഫീല് നമ്മുടെ മനസ്സിൽ ഒരുക്കി ഒരു മെഡിസിൻ പോലെയാണ്. ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ എവിടേക്ക്, നമ്മുടെ ചിന്തകൾ എവിടേക്ക് എത്തുക. ഇന്നത്തെ പാട്ടെല്ലാം പോകാൻ അതുവരെ കാര്യം. ഇപ്പം കുട്ടികളിൽ ലഹരിൻ്റെ പിറകെ പോകുന്നതെന്നാണ് പറയുന്നത്. എന്നാ പാട്ട് നിൻ്റെ അമ്മയുടെ ജിമിക്കി കമൽ നിൻ്റെ അപ്പൻ കട്ടോട്ട്, നിൻ്റെ അപ്പൻ്റെ ബ്രാൻഡ് കൂട്ടി നിൻ്റെ അമ്മ കുടിച്ച് കൂട്ടാട്ട് അച്ഛനെ പോകും സമയം ഒരു 2 പേർക്ക് നമുക്ക് കൂട്ടിയിട്ട് വരാറ്. പണ്ട് ഞങ്ങൾ ചങ്ങമ്പുഴ ഇവിടെ ബ്രണ്ണൻ കോളേജിൽ ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ ഇൻ്റർവ്യൂ നടത്തിയ അധ്യാപകന്മാരെന്താ എഴുതി ഇദ്ദേഹത്തിന് ബുദ്ധിയില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചയച്ച ചങ്ങമ്പുഴ ഇന്ന് ഇവിടെ എത്തി. ഇന്നും പ്രണയകഥകൾ ഇഷ്ടംപോലെയുണ്ട്, ഒരുപാടുണ്ട്. കാനന ചായയിൽ ആട് വിൽക്കാൻ ഞാനും വരട്ടെയോ നിൻ്റെ കൂടെ. അപ്പോൾ കാമുക പറഞ്ഞപ്പോൾ കാമുകൻ എന്താ പാടില്ല പാടില്ല പാടേ മറന്നു ഒന്നും നമ്മൾ ചെയ്തുകൂടാ. ഇന്നത്തെ പാട്ട് ഡാഡി മമ്മി വീട്ടിലില്ല, കടപോരാൻ ആടുമില്ല, വിളയാടാൻ പാടാവില്ലാടാ. അപ്പോൾ ഈ പാട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ തെറാപ്പി എന്നുള്ള രൂപത്തിൽ പാട്ടുകളും അതിൻ്റെ ആശയങ്ങളും വലിയൊരു രാഗം. നമ്മുടെ മോഹനരാഗം വളരെ പ്രധാനപ്പെട്ട ഒരു ഹാപ്പി മൂഡ് ഉണ്ടാക്കുന്നതാണ് മോഹനരാഗം. അതിൽ കണക്കുകൾ, ഒരു മോഹനം ആലപിക്കുന്ന സമയത്ത് നമ്മൾ എവിടേക്കോ എത്തുകയാണ്. നമ്മളെ മനസ്സിലുണ്ടാകുന്ന വേദനകളും ഒക്കെ നമ്മൾ മറക്കുകയാണ്. ശരീരാരോഗ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു മെഡിസിനാണ്. അതുപോലെ തന്നെ സാഡ് സോങ്സ് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അനുഭവിച്ച വേദനകൾ നമ്മൾ കരഞ്ഞു തീർക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കഥാർസിസ് എന്ന പദത്തിൽ നിന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞതാണ്. 6 ഘടകങ്ങളാണ് ഇതിനുള്ള അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ പ്രധാന ഘടകം സംഗീതമാണ്. അതൊരു കണക്കാണ്, സൗഹൃദങ്ങളുടെ കണക്കാണ്. ഞാനും എൻ്റെ കിച്ചുവിൻ്റെ സംസ്കാരം എന്താണ്, അവൻ്റെ ഇതൊക്കെ ഞാൻ ആദ്യം മനസ്സിലാക്കുക. പിന്നെ ഒരു ബന്ധത്തിന് ഭയങ്കര ശക്തി ഉണ്ടാവുക. ഇപ്പോൾ സോഡിയം നമ്മുടെ ശരീരത്തിൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അതാണ് സോഡിയം. പ്ലസ് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്. അത് ശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോധം കെട്ടുമ്പോൾ തന്നെ ചത്തൻ്റെ പോലെ. ഇതിൻ്റെ ഒരു കണക്ക് പ്രകാരം കൂടി യോജിക്കുമ്പോഴാണ് NaCl എന്ന കറിയൂപ്പ് നമുക്ക് കിട്ടുന്നത്. ശക്തിയാണ്. എത്ര വിവിധ രൂപത്തിലുള്ള സ്വഭാവമാണെങ്കിലും നമ്മളത് കണ്ട് പരിശീലിക്കുമ്പോഴാണ് അതൊരു ബലം കിട്ടുന്നത്. അതേപോലെയാണ് ഈ മ്യൂസിക് തെറാപ്പി. ഒരുപാട് രാഗങ്ങൾ എടുത്തിട്ട് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം, അദ്ദേഹം ഇത്ര വിഷമിപ്പിക്കാൻ ആ രോഗിയുടെ പ്രധാനപ്പെട്ട കാരണം, ഈ രോഗം ബാധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അന്വേഷിക്കുകയും അതിന് കണക്കാക്കുന്ന രാഗങ്ങളെ നമ്മൾ കണ്ടെത്തി ആ രാഗത്തിലൂടെ അവരെ ശുശ്രൂഷിക്കുന്നതാണ് ഏറ്റവും വലിയൊരു മെഡിസിൻ എന്ന് ഞാൻ മനസ്സിലാക്കി. ഇപ്പോൾ സങ്കടത്തിൽ കഴിയുന്നവർ, ഇപ്പോൾ പണ്ട് കാലത്ത്, ഇന്നിപ്പോൾ എന്താണ്, അച്ഛനുമില്ല അമ്മയില്ല, അംഗനവാടിയിൽ കുട്ടികൾ ചേർക്കാൻ പോകുന്ന പോലെ അച്ഛനെയും അമ്മേനെയും കൈപിടിച്ചിട്ട് അനാഥാമന്ദിരത്തിൽ കൊണ്ടുപോയി ആകുന്ന സമയം അപ്പം അവരനുഭവിക്കുന്ന വേദനകൾ, ആ വേദനകളെ ഒന്ന് ഇല്ലാതാക്കാൻ ഏത് രാഗം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, ഏത് രാഗം പ്രസൻറ്റ് ചെയ്താലാണ്. ഇപ്പോൾ എല്ലാ അമൃത ഹോസ്പിറ്റലൊക്കെ മ്യൂസിക്കാണല്ലോ. ആ സംഗീതത്തിന് പ്രസൻറ്റ് മൂഡ് വേറെ തന്നെയാണ്. ഇത് അതിവിടെ നടത്തുന്നതാണ് വലിയൊരു കാര്യമാണ്. രാഗത്തെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഒരു ഓണപ്പരിപാടി പൂനെയിൽ പോയപ്പോൾ അവിടുന്ന് സംഘാടകർ പറഞ്ഞു, കർണാടകത്തിലാണ് സംസാരിക്കുന്നത്, കർണാടക മലയാളം. അപ്പോൾ എന്നോട് പറഞ്ഞു, രാമചന്ദ്രൻ മാഷേ നമുക്കൊരു സാംസ്കാരിക സമ്മേളനം വേണം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ചെയ്യാം. അപ്പോൾ ഈ ചെയ്യുന്നതിനിടയ്ക്ക് ഒരു പയ്യൻ എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, രാമചന്ദ്രൻ മാഷ കൂടെ പാട്ട് പാടാനായിട്ട് കൊണ്ട് എനിക്കൊരു ചാൻസ് കൊടുക്കുകയും ചോദിച്ചു. കന്നഡ മലയാളം അങ്ങനെയാണ്. രാമചന്ദ്രൻ മാഷ സ്റ്റേജിൽ എനിക്ക് പാടാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് കൊടുക്കും. അവർ കർണാടകക്കാർ, ഞാൻ നിങ്ങളെ വീട്ടിൽ വന്ന് നിങ്ങൾ എനിക്കത് കൊടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് നിങ്ങൾ എനിക്കെന്ത് കൊടുക്കും, എല്ലാം കൊടുക്കല്ല. അങ്ങനെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് തന്നെ സംസാരിക്കാം. അപ്പം ഞാൻ ഓഫീസിലായി പൈസയൊക്കെ വാങ്ങിച്ചാൽ ഒരു മണിക്കൂർ മുമ്പേ പൈസ വാങ്ങിക്കാം. പൈസ വാങ്ങിച്ചിട്ടായിട്ട് ഇരിക്കുമ്പോഴാണ് ഈ പയ്യൻ ഓടി വന്നത്.
ഞാൻ പറഞ്ഞ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെടും. കമ്മിറ്റിക്കാരോട് ചോദിച്ചു, കർണാടകത്തിൽ ചോദിച്ചു. അവരായിക്കോട്ടെ രാമചന്ദ്ര പാട്ട് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്തു. അപ്പോൾ ഞാൻ ഓർക്കസ്ട്ര സോമൻ കണ്ണൂർ സോമസുന്ദരി കീബോർഡ് സോമസുന്ദരനാണ്. അപ്പോൾ സ്റ്റേജിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നുണ്ട്, കീബോർഡെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങളെ അവിടെ പോയിട്ട് പറ, ഏതാ പാട്ട് പാടുന്നതെന്ന് അവിടെ പോയിട്ട് പറയാറ്. ഇവൻ ഓടിപ്പോയി, അവിടെ ഓടിപ്പോയിട്ട് എന്തൊക്കെയോ പറയുന്നത് ഞാനിവിടെ കാണുന്നില്ല. പക്ഷെ സോമനൊന്നും മനസ്സിലാകുന്നില്ല, മലയാള പാട്ടല്ലേ, കർണാടക. അപ്പം സോമൻ വീണ്ടും ഓടിച്ച് എൻ്റെ അടുത്ത് അടുത്തന്നേക്കാൾ നാട്ടിലൊക്കെ പോയിട്ട് എന്താ പറയുന്നത്, അങ്ങനെ എൻ്റെ അടുത്ത് വന്നു. അപ്പം ഞാൻ പറഞ്ഞു, നീ ഏത് പാട്ടാ പാടുന്നത്? ഞാൻ ഒരു പഴയ മലയാള പാട്ട് പ്രാനശ്ശേരി അഭിനയിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു പാട്ടാണ്. അത് ജയറാം ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ പാട്ട് ഏതാണെന്ന് പറയാം. ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ഒരു തൂറി മനക്കുന്ന പാട്ടാണ്. എൻ്റെ ദൈവം, ഒരു തൂരി മനക്കുന്ന പാട്ടാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു പാട്ടില്ല. അപ്പം കസ്തൂരി മനക്കുന്നല്ലോ എന്നുള്ള പാട്ടാണ്. ഞാൻ കഴിഞ്ഞു പോയി. കാരണം നല്ലൊരു ഓർക്കസ്ട്രയാണ് കിച്ചു എന്ന് പറഞ്ഞാൽ. ഞാൻ എത്രയോ ഓർക്കസ്ട്രക്കാർ കൂടെ ഞാൻ ഒരുപാട് ആയിരക്കണക്കിന് വേദിയിൽ ഗാനങ്ങൾ നടത്തുന്ന ഒരാളാണ്. ഇത്രയും പെർഫെക്റ്റായിട്ട് വായിക്കുന്ന ഒരു രാഗത്തിന് ഏത് കോഡ് അപ്ലൈ ചെയ്യണമെന്നല്ലേ ഒരുപാട് അറിവുള്ള ഒരു മനുഷ്യൻ. ഇപ്പം നമ്മളെ ഭൂപാല രാഗത്തിന് ചിലവർ അതിൻ്റെ ധൈവതം പിടിക്കുമ്പം എഫ് മൈനർ, സീലാണ് പറയുന്നത് എഫ് മൈനർ ധാ പഠിക്കും, അതെല്ലാം ഉണ്ട്. ഓഗ്മെന്റ് സി ഓഗ്മെന്റിൽ പോയിട്ടുണ്ടെങ്കിൽ എഫക്റ്റ് അത് അത്രയും പെർഫെക്റ്റായിട്ട് ഒരു കഴിവുള്ള ഒരു വ്യക്തിത്വമാണ് കിച്ചു. അപ്പം ഇപ്പം തന്നെ ബേസ് ഗിറ്റാർ വേണ്ട ഒന്നുമില്ല, ഒന്നിൻ്റെയും സപ്പോർട്ടില്ല. ബാർകോഡ് ഇട്ടിട്ടാണ് ബേസും കൂടെ ബാർകോഡ് ഇട്ടിട്ടാണ്. അതുപോലെ തന്നെ എൻ്റെ ബന്ധുവും കൂടിയായ പ്രദീപൻ. കാരണം എല്ലാവരും വളരെ പ്രാഗൽഭ്യതയുള്ളവരാണ്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ പാടണം, നല്ലൊരു പ്രോഗ്രാം നമുക്കിവിടെ അവതരിപ്പിക്കണം, നല്ല ഒന്നുകൂടെ ഉറപ്പ് തന്നുകൊണ്ട് കുറച്ച് ഒന്നും എനിക്ക് ഒഴുകോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. എല്ലാവർക്കും സർവൈശ്വര്യങ്ങളും താല്പര്യം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവരുടെയും നല്ലൊരു ക്ലാസ്സുകൾ നൽകി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സമ്മാനിച്ച ശ്രീരാമചന്ദ്രൻ കാഞ്ഞങ്ങാട് മാഷിന്റെ പുസ്തകങ്ങൾ ഉപഹാരമായി നൽകുകയാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു.